your Shrikutti Sunil Kumar and welcome to my YouTube channel. പിന്നിലാവും മാഞ്ഞുപോൽ നീ വന്നു വീണ്ടും ഈ വഴി വിട ചൊല്ലുവാനായി മാത്രമായി നാം ഒന്നു ചേരും ഈ വിധം. അമ്മ പൈങ്കിളി ചൊല്ലു നീ ചൊല്ലു ചെല്ലക്കുഞ്ഞുങ്ങൾ. ഈ ശബ്ദമാധുര്യം കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഫുള്ള് ഹിറ്റ്. ഇത് വൈറലായിട്ടുള്ളത് അങ്ങനെ ഇതിന്റെ പിന്നില് ഉണ്ടായിരുന്ന സിറ്റുവേഷൻ എന്താണെന്നൊക്കെ അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. 1 മില്യൺ അടിച്ചേക്കാണ് രാജേഷ്. ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മൊമെന്റ് ആണ്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ആളെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടും ആരാണെന്നുള്ളത്. സോ നമുക്ക് ആളെ വിളിച്ചാലോ? അങ്ങനെ ഇതാണ് നമ്മുടെ ആള്. വളരെ അഭിമാനത്തോടു കൂടി അതിലുപരി വളരെ സന്തോഷത്തോടു കൂടി ഞാൻ എൻ്റെ ചാനലിലേക്ക് ഞാൻ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ ആളെ ഞാൻ പറയുന്നതിന് മുൻപ് ആളാണ് ഹരീഷിന് കുറച്ച് പേർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് പേർക്കല്ല, കുറച്ചധികം പേർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? പക്ഷെ എന്നാലും ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് എൻ്റെ ഹരീഷിനെ ആരാണെന്ന് നോക്കിയാലോ നമുക്ക്? പിന്നിലാവും മാഞ്ഞുപോൽ നീ വന്നു വീണ്ടും ഈ വഴി വിട ചൊല്ലുവാനായി മാത്രമായി നാം ഒന്നു ചേരും ഈ വിധം. അമ്മ പൈങ്കിളി ചൊല്ലു നീ ചൊല്ലു ചെല്ലക്കുഞ്ഞുങ്ങൾ എങ്ങോ പോയി അവരൊന്നു ചേരില്ലേ. രാപ്പാടി കേഴുന്നുവോ അപ്പോ ഈ എന്താ പറയാ, ഈ ശബ്ദമാധുര്യം കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഫുള്ള് ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഹരീഷ്. ഹരീഷ് എന്ന് പറയുമ്പോൾ ഹരീഷ് ആക്ച്വലി ഞാൻ പ്രൊഫഷണലി ഞാൻ ഡെന്റൽ സർജൻ ആണ്. അപ്പോൾ എൻ്റെ ഒരു പേഷ്യൻ്റ് ആയിട്ടാണ് ക്ലിനിക്കിലേക്ക് ഹരീഷ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഹരീഷ് തന്നെ നിങ്ങളുടെ അടുത്ത് പറയും. പക്ഷെ പ്രയറായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ പേഷ്യൻ്റ് ആയിട്ടാണ് ഹരീഷ് വരുന്നത്. അപ്പോൾ ഒരു ഡോക്ടർ പേഷ്യൻ്റ് ബന്ധത്തിനേക്കാൾ അപ്പുറത്തേക്ക് എനിക്ക് ഒരു ബ്രദർലി ഫീലിംഗ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പേഷ്യൻറ്റും കൂടിയാണ് ഹരീഷ് കേട്ടോ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല എൻ്റെ നാട്ടുകാരനും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീഡം കൂടി ഉണ്ട്. ഞങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഫ്രീഡം കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇപ്പം ഒരുപാട് ഫാൻസ് ഉണ്ട് ഇപ്പോൾ ഹരീഷിന് അല്ലേ? അപ്പോൾ ഫാൻസിന് ഹരീഷിനോട് ചോദിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഹരീഷിനെ കുറിച്ചും ഹരീഷിൻ്റെ നാടും വീടും ഹരീഷ് എന്ത് ചെയ്യുന്നു അങ്ങനെ ഹരീഷിൻ്റെ ഒത്തിരി വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട് നിങ്ങളെല്ലാവരും റെഡി ആയിട്ടിരിക്കുകയെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് ഹരീഷിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം എന്താണ് എങ്ങനെയാണ് ഹരീഷിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം അല്ലേ? അപ്പോൾ ഹരീഷ് പറഞ്ഞു, ഹരീഷിൻ്റെ വീട് എവിടെയാണ്, നാട് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ. എൻ്റെ വീട് പുഷ്പയിലാണ്. വീട്ടില് അച്ഛനുണ്ട്, അമ്മ, ചേച്ചി, അനിയത്തി. ഹരീഷ് ഇപ്പൊ എന്താ ചെയ്യണേ? എന്താ വർക്ക് ചെയ്യാണോ പഠിക്കുകയാണോ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ പഠിക്കുകയാണ്. സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാണ്. ഓക്കെ. ഹരീഷിന് ഇപ്പൊ എന്താ തോന്നുന്നത്? സന്തോഷമാണോ തോന്നുന്നത്, അല്ലെങ്കിൽ സങ്കടമാണോ, അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണോ തോന്നുന്നത്? ഇപ്പം 1 മില്യൺ അടിച്ചേക്കാണ് രാജേഷ്. 1 മില്യൺ അല്ല, അതും കഴിഞ്ഞ് എത്രയോ കെ ഷെയർസും സെയിൽസും അതുപോലെ തന്നെ ഒരുപാട് എത്രയോ കോമൻസുകളാണ് ഹരീഷിന് വന്നുകൊണ്ടിരിക്കുന്നത്. ഹരീഷ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഹരീഷിന് ഈ ഒരു അവസ്ഥയിൽ എന്താ ഫീൽ ചെയ്യുന്നത്? സന്തോഷമാണോ, സങ്കടം കൊണ്ടുള്ള സന്തോഷം എന്ന് പറയില്ല അതാണോ, അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് ആണോ? എന്താ ഹരീഷിന് തോന്നുന്നത്? ഞാൻ ആ സത്യത്തില് പാടാറുണ്ട്. പാടിടുമ്പോൾ
ഇങ്ങനെ കൂടിപ്പോയി ഒരു 1000 അല്ലെങ്കിൽ 700 ലൈക്ക് കിട്ടാറുള്ളൂ. ഇത്രയും ലൈക്ക് കെയറിന് കിട്ടിയ ഞാൻ ഫോണിലെടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ലൈക്ക് കണ്ടുകഴിഞ്ഞാൽ കിട്ടിയിട്ടില്ല, ലൈക്സ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇത്ര ആൾക്കാർ കണ്ടു. പിന്നെ ഫ്രണ്ട്സും പിന്നെ മേഡാണെങ്കിൽ പോലും പറഞ്ഞാൽ പിന്നെ പാട്ട് പാടുന്ന ആൾക്കാർ കുറേ കണ്ടിട്ടുണ്ട്. പിന്നെ സിനിമയിൽ അഭിനയിക്കുന്ന ചേച്ചിമാരും നിർമ്മാതൊക്കെ കണ്ടിട്ടുണ്ട്. എന്നൊക്കെ പറഞ്ഞിങ്ങനെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്ത് എല്ലാവരോടും കൂടി പറയണം. എനിക്ക് കമൻറ്റ് റിപ്ലൈ തരാൻ പറ്റാണ്ടല്ല, ഫോൺ ഓൾറെഡി ഹാങ് ആവായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ അത് ക്ലോസ് ആയി പണിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ചെയ്തവർക്കും എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ പേര് നന്ദി ഞാൻ എല്ലാവരോടും പറയണം. ആദ്യം അതാണ് ഹരീഷിന് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും, എങ്ങനെയാണ് ഇത് വൈറലായിട്ടുള്ളത്, അങ്ങനെ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ എന്താണെന്നൊക്കെ അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. അപ്പം ഹരീഷിന് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഞാൻ ആക്ച്വലി എനിക്ക് പല്ലിന് കേട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് അവിടെ അടിച്ചുള്ള ഇങ്ങനെ പള്ളി ആൻഡ് ഡെൻ്റൽ ക്ലിനിക്കിൻ്റെ ഒരു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ ട്രീറ്റ്മെൻറ്റ് നല്ല ട്രീറ്റ്മെൻറ്റ് ആണ്. ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വന്നു. ഇവിടെ വന്ന് കണ്ടിപ്പോൾ പല്ല് റൂട്ട് കനാൽ കഴിഞ്ഞപ്പോൾ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞു. ക്യാപ്പ് ഇടുന്ന ലാസ്റ്റ് ദിവസമാണ് മാഡത്തിന് അതിന് സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് മാഡം പാടുമെന്ന് വെച്ചു. ഞാൻ പാട്ട് പാടുന്നു പറഞ്ഞു. അങ്ങനെയാണ് വൈറലായത്. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഞാനും ആകസ്മികമായിട്ടാണ് ഇൻസ്റ്റഗ്രാമിൽ ഹരീഷിനെ ഈ പേഷ്യൻ്റ് എന്നുള്ള പേഷ്യൻ്റ് നമുക്കെപ്പോഴും ഹരീഷ് ഇവിടെ ക്ലിനിക്കിൽ വരുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷേ ഹരീഷ് എപ്പോഴും എൻ്റെ പ്രൊഫൈലിൽ കയറിയിട്ട് ഞാനത് അറിഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഹരീഷിൻ്റെ പ്രൊഫൈൽ നോക്കിയപ്പോൾ ഹരീഷ് പാട്ട് പാടുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടു ഹരീഷ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പാട്ട് പാടുന്നവർ അല്ലെങ്കിൽ കലാകാരന്മാരുടെ പ്രത്യേക ഇഷ്ടം എന്ന് വേണമെങ്കിൽ തന്നെ പറയും. എനിക്ക് ആ ഒരു പ്രത്യേക ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞാനിങ്ങനെ പാട്ട് പാടുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഹരീഷ് പാടുന്നുണ്ടെങ്കിൽ എന്തായാലും ഹരീഷിനെ കൊണ്ട് ഒരു പാട്ട് പാടിക്കണം എന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ചേച്ചിമാരൊക്കെ ആണെങ്കിൽ എല്ലാവരും ഹരീഷിനെ ഒരേപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരാണെങ്കിൽ അവരും ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ആ ഒരു ഇതിൽ ഹരീഷ് പാട്ട് പാടുമായിരുന്നു. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ പാട്ട് കേട്ട് അങ്ങ് പോവാൻ്റെ അങ്ങനെ എന്തോ എനിക്ക് അങ്ങനെ ചിലപ്പോൾ അതൊരു നിമിത്തമായിരിക്കാം എനിക്കങ്ങനെ വീഡിയോ എടുക്കണം എന്ന് തോന്നി. പിന്നെ കുറച്ച് ഫോളോവേഴ്സ് ഉള്ള ഒരു പേജ് ആയ കാരണം കൊണ്ട് ഞാൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹരീഷിനെ വൈറലാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബേസിക്കലി എന്താ പറയുക, നമ്മളെല്ലാവരും എന്താ പറയുക, നമുക്കൊന്നും ഇത് പറ്റുന്നത് പോലെ നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഒരു 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 ഇത് ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അപ്പം ഒരു ഡോക്ടർ ലവ് തന്നെയാണ് അല്ലേ, ഒരു ഡോക്ടർ സ്റ്റാഫ് ലവ് എന്ന് തന്നെ പറയാം. പിന്നെ ഇവിടുത്തെ അൽവിൻ ഡോക്ടർ ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെരി എന്താ പറയുക, ഭയങ്കര കംഫർട്ടബിൾ സ്പേസ് തന്നെയാണ് ഹരീഷിന് പേഷ്യൻ്റായിട്ട് വരുമ്പോഴൊക്കെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇനി നമുക്കിനി കുറച്ചും കൂടി അപ്പോൾ അങ്ങനെയാണ് ഹരീഷ് പാട്ട് പാടുന്നതും പിന്നീട് ഞാൻ അത് എൻ്റെ ഇൻസ്റ്റയിൽ ഹരീഷിനെ കൊളാബറേറ്റ് ചെയ്ത് ഇടുന്നതൊക്കെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയ ഹരീഷിന് ഇൻസ്റ്റഗ്രാമിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് കുറച്ചും കൂടി എന്താ. അപ്പം ഹരീഷ് പറയുന്ന പോലെ തന്നെയാണ് എല്ലാത്തിനും കമൻസ് എല്ലാവരുടെയും ഹരീഷ് കാണുന്നുണ്ട്. അപ്പം എല്ലാത്തിനും റിപ്ലൈ ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ മെസ്സേജസും കമൻസും ഒക്കെ വരുമ്പോൾ എൻ്റെ ഫോൺ ഓൾറെഡി ഹാങ് ആയി പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത്. അപ്പോൾ ആർക്ക് എന്തെങ്കിലും അതിലൊരു ദിവസം തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം, സോറി എന്നും കൂടിയാണ് പറയുന്നത്. അപ്പം അടുത്ത വിശേഷത്തിലേക്ക് പോകാൻ വേണ്ടി ഹരീഷില്ല. ഇത് അറിഞ്ഞപ്പോൾ പാരൻസിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? പാരൻസ് എന്താ പറഞ്ഞത്, എങ്ങനെയായിരുന്നു അവരുടെ ഒരു സന്തോഷം? അച്ഛനൊക്കെ സത്യം കാരണം വിഷമമായി, എനിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. റിലേറ്റീവ്സ് ആണെങ്കിലും ചേട്ടാനിമാരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും അത്യാവശ്യം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറേ പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരോടും നന്ദിയാണ് ഇപ്പോഴും. ഞാനിപ്പോൾ ഇപ്പോഴും ചെറിയൊരു ഷോക്കാണ്, ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എങ്ങനെ ആവുന്നുള്ള കേസ്. അപ്പൊ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതുപോലുള്ള ഷോക്കുകളൊക്കെ ഇപ്പൊ കെട്ടണം നല്ലതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അച്ഛനൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇനിയും ഒരുപാട് കാലങ്ങളോളം നമുക്ക് ഹരീഷിന്റെ പേര് അഭിമാനിക്കാനും ഹാപ്പി ആവാനൊക്കെ പറ്റട്ടെ അല്ലേ. ഹരീഷ് പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല. പാട്ട് പഠിച്ചിട്ടില്ല. ഇത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള അടിപൊളി വോയിസാണ്. കമന്റ്സിലൊക്കെ എന്തൊരു ഫീലാണ്, എന്തൊരു
എല്ലാവർക്കും പാടാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ഞാൻ കമൻസ് കുറേ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാടുന്ന വരികളും അതിലെ സ്ഥിരതയും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് കേൾവിക്കാരിൽ പെട്ടെന്ന് തന്നെ വല്ലാത്തൊരു, ഇപ്പം ആ പാട്ടെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇമോഷണൽ ടച്ചുള്ളൊരു പാട്ട്. അപ്പം ആ പാട്ടും കൂടി അത് ഹരീഷിൻ്റെ സൗണ്ടിൽ ആ പാട്ട് കുറച്ചും കൂടി കേൾക്കുമ്പോൾ നമ്മളുടെ മലയാളികളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ വളരെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിലാണ് ഹരീഷിൻ്റെ വോയിസ് എന്നാണ് ഞാൻ കമൻസിലൂടെ കണ്ടത്. എനിക്കും അങ്ങനത്തെ കണ്ട ഫീൽ ചെയ്തത്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹരീഷിൻ്റെ പാട്ട് കേട്ട് ഞെട്ടിയിരുന്നു തന്നെ വേണമെങ്കിൽ പറയാം. എനിക്ക് പിന്നെ ഇതിൽ കമൻസുകളൊക്കെ കാണാൻ ഭയങ്കര സന്തോഷം നമുക്ക് അതൊക്കെ കാണുമ്പോഴും. അപ്പോൾ എങ്ങനെ അപ്പോൾ പാട്ട് പഠിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കേട്ടോ ഹരീഷ് ഇത് പാട്ട് പഠിക്കാണ്ട് പാടിയിട്ടുള്ളതാണ്. ഇത്ര ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പോൾ ഈ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പാട്ട് പാടുമായിരുന്നു ഹരീഷ്? ഞാൻ LP തുടങ്ങി നാടൻ പാട്ട്, പിന്നെ ലളിതഗാനം, ദേശഭക്തി ഗാനം, സംഗീതഗാനം, അങ്ങനെയാണ് പരിപാടികൾ പോകുന്നത്. പ്രൈസൊക്കെ കിട്ടാറുണ്ട്? സെക്കൻഡ് ഒക്കെ കിട്ടാറുണ്ട്. പിന്നെ വീട്ടിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വലുതാവുമ്പോൾ നമ്മുടെ അഭിരുചികളൊക്കെ നമ്മുടെ വീട്ടിലെ പ്രാരാബ്ദങ്ങളുടെ അനുസരിച്ച് നമ്മൾ പതിയെ നമ്മൾ അതിലെ ബാക്കിലേക്ക് പോകും എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കഴിവുകൾ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ കൊണ്ടുപോകണം. നമുക്ക് ഇത്രയൊക്കെ വിഷമവും സന്തോഷം സങ്കടങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളാണ് എപ്പോഴും നമുക്ക് സന്തോഷങ്ങൾ നൽകുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. നമ്മൾ തന്നെയായിരിക്കും നമ്മളുടെ ഏറ്റവും വലിയ സപ്പോർട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ, ഇതുപോലുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകളും അഭിരുചികളും കണ്ടെത്തി ചിലർക്ക് പഠിക്കാനായിരിക്കാം, ചിലർക്ക് ഡാൻസ് ആയിരിക്കാം, ചിലർക്ക് പാട്ടായിരിക്കാം, വരയ്ക്കാനായിരിക്കാം. അപ്പം അങ്ങനെയുള്ള കഴിവുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തിരക്ക് പിടിച്ചിട്ടുള്ള ലൈഫിൽ അതൊക്കെ വലിയൊരു റിലാക്സേഷൻ ആയിരിക്കും നമ്മളത് നമ്മുടെ കൂടെ തന്നെ കൊണ്ടുപോകുന്നത്. അപ്പം ഹരീഷ് ഇനിയും മുമ്പോട്ട് തന്നെ കൊണ്ടുപോകണമെന്നാണ്. പിന്നെ നാട്ടുകാരൊക്കെ എന്താ പറഞ്ഞത് ഹരീഷിന്റെ ഇപ്പോൾ അത്യാവശ്യം കാണുമ്പോൾ ചോദിച്ചു. പിന്നെ ഞങ്ങളുടെ വാർഡിലെ മെമ്പറാണെങ്കിൽ പോലും പാടിയതൊക്കെ നന്നായി പാടുന്ന കേസ് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഞാനൊക്കെത്തുള്ളത് അത്യാവശ്യം എല്ലാം നല്ല കമന്റാണ് കിട്ടിയത്. ഹരീഷ് പാടുന്നത് അധികം ആൾക്കാർക്ക് ആർക്കും അറിയുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ല. പിന്നെ ഞങ്ങളുടെ ഇവിടെ നാട്ടിലെ തന്നെ ഒരു പാട്ടുകാരനുണ്ട്, ഞങ്ങളുടെ സുധിച്ചേട്ടൻ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുധിച്ചേട്ടൻ്റെ കസിനാണ് ഹരീഷ്. എനിക്ക് അറിയില്ലായിരുന്നു. കലാപുരം സുധീന്നാണ്. അപ്പം ആൾ അടിപൊളിയായിട്ട് പാടും. ആളാണ് ഞങ്ങളുടെ നാട്ടിലിവിടെ കല്യാണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഉത്സവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റേജ് ഇളക്കി മറിക്കുന്ന ഒരു വ്യക്തിയാണ് സുധിച്ചേട്ടൻ. അപ്പോൾ ഞാനിങ്ങനെ പിന്നീടാണ് ഹരീഷ് പറയുന്നത് സുധിച്ചേട്ടൻ റിലേറ്റീവ് ആണ്. അപ്പോൾ ഇവരൊരു കുടുംബപരമായിട്ട് അടിപൊളി കഴിവുള്ള ആൾക്കാരാണ് ഇവർ അല്ലേ? ഹരീഷ് എന്താകാനായിരുന്നു ആഗ്രഹിച്ചത്? ഇല്ലാതാരോണ്ട് ആ ഒരു ആഗ്രഹം മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ പാട്ടുകാരൻ ഇനി ഇപ്പൊ പഴയ കാര്യങ്ങളൊക്കെ പൊടി തട്ടിയിട്ട് ഒരു അടിപൊളി പാട്ടുകാരനാവാനായിട്ടുള്ള ഓഫറുകളൊക്കെ വന്നായിരുന്നോ? കുറേ പേര് അപ്പോൾ ശ്രദ്ധിക്കുക, ഹരീഷിന്റെ പാട്ടുകൾ കേട്ട് നിങ്ങൾ ആരെങ്കിലും എന്താ പറയുക ഹരീഷിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഓഫറുകൾ കൊടുക്കാൻ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഹരീഷിന്റെ നമ്പർ കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഇൻസ്റ്റയിൽ ഹരീഷിന്റെ നമ്പർ ഇടാം, അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഹരീഷിനെ കേട്ടോ. അപ്പോൾ ഹരീഷിന്റെ നമ്പർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടാവും. എന്തെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഹരീഷിനെ ഡയറക്റ്റ്ലി ഒന്ന് കോൺടാക്ട് ചെയ്യാം. ചിലപ്പോൾ ഒരു പക്ഷേ മെസ്സേജസ് ഒന്നും ഹരീഷിന് എടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അപ്പം ആ തരത്തിൽ നിങ്ങൾ വിളിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അല്ലേ? ഓക്കെ. ആരാണ് ഹരീഷിന്റെ സപ്പോർട്ടായിട്ട് നിൽക്കണം? ഫ്രണ്ട്സ് ആണോ, ഫാമിലി ആണോ, അല്ലെങ്കിൽ എല്ലാവരുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എൻ്റെ സപ്പോർട്ടർ, അങ്ങനെയാണോ? എങ്ങനെയാണ് ഹരീഷ്? അമ്മയാണ്. അമ്മയാണ് ഹരീഷിന്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. ഓക്കെ. ഫ്രണ്ട്സൊക്കെ സപ്പോർട്ട് ചെയ്യാറില്ല? ഞാനൊരു കമൻസ് വളരെ ഒരു കമന്റ് ആണ്, എനിക്കറിയാം ഹരീഷ് നീ ഉയരങ്ങളിൽ എന്തെങ്കിലും നിന്നെ ആരെങ്കിലും തിരിച്ചറിയും എന്നുള്ളത്. എടുത്തുന്നുള്ളത്. യെസ്. അപ്പോൾ എന്താ പറയാ, അത് ഒരു പൊന്നാവട്ടെ ആ വാക്കുകൾ, അതുപോലെ തന്നെ ആവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കാം കേട്ടോ. പിന്നെ അതുപോലെ കമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഈ കമൻസിനോട് എങ്ങനെയാണ് ഹരീഷ് നോക്കി കാണുന്നത്? അതായത് ഒരുപാട് പോസിറ്റീവായിട്ട് ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ട്. അപ്പം ഈ കമൻസിനോടൊക്കെ എങ്ങനെയാണ് ഹരീഷ് പ്രതികരിക്കുന്നത്? എന്താണ് ഈ കമൻസിനോടൊക്കെ തിരിച്ച് പറയാനായിട്ടുള്ളത്? തിരിച്ച് പറയാൻ കമന്റുകൾ കുറച്ചൊക്കെ ഞാൻ എന്നാലും ഇഷ്ടപ്പെട്ടൊരു കമന്റ് ഏതായിരുന്നു അതിൽ?
ഇഷ്ടപ്പെട്ട അവൻ്റെ അനിയാന്ന് വിളിച്ചു കൊടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇത്രയും പാടാൻ കഴിയായിട്ട് എവിടെയായിരുന്നു, ഇത്രയും നാൾ എവിടെയായിരുന്നു ഉയരങ്ങളിലെത്തട്ടെ, നല്ലത് വരട്ടെ. അതിനോടൊക്കെ എങ്ങനെയാണ് ഹരീഷ് റെസ്പോണ്ട് ചെയ്യുന്നത്? തിരിച്ച് അവരോട് എന്താ പറയാനുള്ളത്? പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് മുന്നിൽ കയറി വരാൻ സാഹചര്യം ഉണ്ടാവാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു ഹെൽപ്പും സഹായം കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായത്. കൂടുതൽ സംസാരിക്കാൻ അറിയാൻ പറ്റും. പൊതുവെ വേദിയിൽ തിരി സംസാരിക്കാനോ മൈക്ക് പിടിച്ച് പാടാനുള്ള കോൺഫിഡൻസ് കുറവാണ്, പേടിയാണ്. ഹരീഷിനെ ഇപ്പൊ എല്ലാവരും അംഗീകരിച്ചു, ഹരീഷിന്റെ വോയിസ് എല്ലാവരും അംഗീകരിച്ചു. ഹരീഷ് കോൺഫിഡൻസ് ആയിട്ട് ഏത് സ്റ്റേജിലും പാടും. അതാണ് ഹരീഷിന്റെ ശബ്ദത്തിന് അല്ലെങ്കിൽ ഹരീഷ് പാടുന്നത് ആരും അറിയില്ല. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരിക്കലും സ്റ്റേജിൽ കയറാത്ത അങ്ങനത്തെ ഒരു അവസ്ഥ ആവരുത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് പതിയെ നമ്മൾ സ്റ്റേജുകളൊക്കെ ഇടയ്ക്ക് തന്നെയാണ് നമ്മൾ മുന്നേറുന്നത്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് എന്താ ഇനി ഇവിടെ ഒരാളും എല്ലാവരും. കുറച്ച് കമന്റ്സുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് പല്ലുവേദനയായിട്ട് ഞങ്ങൾ ഹരീഷിനെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചു എന്നുള്ളതാണ്. ബേസിക്കലി ഞങ്ങളങ്ങനെ പല്ല് വേദനയായിട്ടായിരുന്നു വന്നിരുന്നത്. പക്ഷെ ആ സമയത്ത് വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. ക്യാപ്പ് കുടിക്കാനായിട്ട് വന്നത്. അപ്പം ദയവ് ചെയ്ത് ഞങ്ങൾ ഒരു ദ്രോഹം ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങൾ ആരും പറയരുത്. ഞങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവനെ അടിപൊളി പാട്ടുകളൊക്കെ പാടാനായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ റെഡിയാക്കി കൊടുത്തു എന്ന് വേണേൽ പറയാം. അതിനോട് ഞാൻ പറയാം. ഹരീഷിന്റെ ഫാൻസിനോടൊക്കെ എന്താ പറയുന്നത്? ഫാൻസിനോട് പറയാനുള്ളത് എന്നെ ഇത്രയും വൈറലായിട്ട് സപ്പോർട്ട് ചെയ്തത് നിങ്ങളാണ്. അപ്പോൾ കൂടുതൽ സംസാരിക്കാനായിട്ട് എനിക്ക് വലിയ തൃപ്തിയില്ലായിരുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പൊതുവെ വേദികൾ സംസാരിക്കാറില്ല. എല്ലാവർക്കും നന്ദിയുണ്ട്. വീഡിയോ കണ്ടവർക്കും കമൻ്റ് ഇട്ടവർക്കും ലൈക്ക് ചെയ്തവർക്കും. അപ്പോൾ അതുപോലെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന ശേഷമാണ് ഇപ്പോൾ ഇവിടെ അറിയാൻ തുടങ്ങിയത് തന്നെ. ഡോക്ടർ ആൽവിൻ സാറും ഡോക്ടർ ശ്രീകുട്ടി മാഡം അവരൊക്കെ നല്ല സപ്പോർട്ടുണ്ട്. ഇത് ചേച്ചിമാരാണെങ്കിലും ചിഞ്ചു ചേച്ചി, അനിത ചേച്ചി നല്ല സപ്പോർട്ടുണ്ട്. പിന്നെ നാട്ടുകാർ, വീട്ടിലെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, പിന്നെ എല്ലാവരോടും ഞാൻ നന്ദി പറയണം. ഹരീഷിന്റെ പാട്ടുകൾ ഇനിയും കേൾക്കണം എന്നാണ് ഹരീഷിന്റെ ഞാൻ കമന്റ്സ് കൂടുതലും കണ്ടത്. അപ്പോൾ ഇനിയും പാട്ടുകൾ പാടും. അപ്പോൾ ഹരീഷ് ഉടനെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങും. അപ്പോൾ ആ ചാനലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഹരീഷിനെ. അവൻ്റെ പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ അതിൽ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി അവൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഹരീഷിൻ്റെ പാട്ടുകൾ കേൾക്കാനായിട്ട് ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഉടനെ തന്നെ ഹരീഷ് അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് ഹരീഷ് ഇപ്പോൾ, അല്ലേ? ഹരീഷിനൊന്നും വരുന്നില്ല, എല്ലാം ബ്ലാങ്ക് ആയിട്ടാണ് ഹരീഷ് നിൽക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളിപ്പം ചിഞ്ചു ചേച്ചി ഞങ്ങളുടെ സ്റ്റാഫാണ്, പിന്നെ അനിൽ ചേച്ചി ഞങ്ങളുടെ സ്റ്റാഫാണ്, അനിൽ ഡോക്ടർ. ഇവരുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഞാനെന്നുള്ളൊരു വ്യക്തി പറയാണ്. എന്താ പറയുക, ഈ ഒരു ക്ലിനിക്ക് ഹരീഷിനെ സംബന്ധിച്ചൊരു നിമിത്തം മാത്രമാണ്. ഹരീഷിൻ്റെ കഴിവുകൾ ഹരീഷിനുള്ളിടത്തോളം കാലം ആരെങ്കിലും ഒരാളുകളിൽ ഹരീഷ് എത്തിപ്പെടും എന്നുള്ളത്. ഇത് ഒരു ഞങ്ങളായി അതിനൊരു കാരണം എന്നുള്ളത് ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇത് ഒരു തുടക്കമാണ് ഹരീഷ്. ഇവിടെ നിന്നിട്ട് ഹരീഷ് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിയാണ്. നല്ല ഇംഗ്ലീഷും അതുപോലെ മലയാളം കേൾക്കുന്ന കേൾവിക്കാരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കമൻസിൽ കാണുന്നത് കേട്ട് കരയുന്നു എന്നുള്ളതാണ്. അപ്പം അതൊക്കെ ഒരു നാട്ടുകാരനെ സംബന്ധിച്ച് ഒരു സിനിമയിൽ ഒരാൾ കരയുമ്പോൾ നമ്മൾ കൂടെ കരയാൻ പറ്റുന്ന അയാളുടെ അഭിനയം മികവാന്ന് പറയുന്ന പോലെ ഒരു ശോഭഗാനം പാടിക്കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ കൂടെ നമ്മൾ അതേ ഫീലിൽ ഉൾക്കൊണ്ട് നമ്മളും ആ ഫീലിലോട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടുകാരനെ സംബന്ധിച്ചത് ഏറ്റവും വലിയൊരു കഴിവാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഹരീഷ് അടിപൊളി സിംഗറാണ്. പാട്ട് പാടാണ്ടും, ഞാനത് പ്രത്യേകം പറയാം, പാട്ട് പഠിക്കാണ്ടും ഹരീഷ് ഇത്രയും അടിപൊളിയായിട്ട് പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാറ്റ്സ് ഓഫ് തന്നെ പറയാം. പാട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തിയാനായിരുന്നല്ലേ. അപ്പോൾ ഹരീഷ് പാട്ട് പഠിക്കാനൊക്കെ ആയിട്ടുള്ള പ്ലാനിലാണെന്നാണ് ഞാൻ സംസാരിച്ചപ്പോൾ ഹരീഷിൻ്റെ അടുത്ത് പറഞ്ഞത്. ഇനിയും ഒരുപാട്
ഉയരങ്ങളിലേക്ക് ഹരീഷ് എത്തട്ടെ എന്ന് ഞാനും ഞങ്ങളുടെ ക്ലിനിക്കും നാട്ടുകാരും എല്ലാവരും പറഞ്ഞ പോലെ എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഹരീഷിന് വേണ്ടുന്ന സപ്പോർട്ടുകളെല്ലാം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഈ ഒരു നാടിൻ്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഹരീഷിൻ്റെ കൂടി ഉണ്ടാവും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, എത്രയൊക്കെ കഷ്ടപ്പാടുകളുണ്ടെങ്കിലും നമ്മളതെല്ലാം മറന്ന് നമ്മളുടെ ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഹരീഷ് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമുക്ക് ഹരീഷിന് ഒരു പാട്ട് കൂടെ കേട്ടാലോ? യെസ്, ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹരീഷിനെ വിളിച്ചാലോ എന്ന് വിചാരിക്കണ്ടേ, ഇടയ്ക്കിടയ്ക്ക് ഒരു പാട്ടൊക്കെ കേൾക്കാൻ. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഡോക്ടർ ആഗ്രഹിക്കരുത് ഒരു പേഷ്യൻറ്റും തിരിച്ചിങ്ങോട്ട് വരരുതെന്ന്, ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമാട്ടോ. അപ്പോൾ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഹരീഷ് ഇടയ്ക്ക് പാട്ടൊക്കെ പാടിപ്പാടുക. അപ്പൊ ഇപ്പൊ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ ഹരീഷ് പാട്ട് പാടാം. ഇവിടെ പാട്ടാണ്, ഒരു അൺപ്ലഗ്ഡ് വേർഷനാണ് ഹരീഷ് പാടുന്നത്. അപ്പം ഒരു കുഞ്ഞിക്കാലല്ലേ എന്ന് പറയുന്ന ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഒരു കുഞ്ഞിക്കാലല്ലേ കളം തീർത്തു മണ്ണിൽ, നറുവെണ്ണക്കുടമല്ലേ ഉടയ്ക്കുന്നു കള്ളൻ. ഒരു കുഞ്ഞിക്കാലല്ലേ കളം തീർത്തു മണ്ണിൽ, നറുവെണ്ണക്കുടമല്ലേ ഉടയ്ക്കുന്നു കള്ളൻ. ആട്ടുതൊട്ടിൽ പാട്ടുമൂളി കൂട്ടിരിക്കും കുഞ്ഞാവേ, ഇഞ്ചിലുറങ്ങി കിടന്നു പാടൻ പൂമൈനേ. വാവാവോ വാവേ മകൾ സമ്മാനം, ഇൻകുതരാൻ മേലെ തങ്കനിലാക്കിണ്ണം. കുനുകുനി നിൻ ചെറുമറുകിൽ ചാർത്താം ചന്ദനം, പൊന്നിൻ പാദസരങ്ങൾ പണിഞ്ഞു തരുന്ന തൂമിന്നൽ കെട്ടാൻ. അപ്പോൾ ഇതൊരു തുടക്കമാവട്ടെ എന്ന് മാത്രം. ഔസേപ്പച്ചൻ സാർ എന്ന് പറയുന്ന ഒരു വ്യക്തി, പാട്ടിൻ്റെ മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം. അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഔസേപ്പച്ചൻ സാറിനെയും യേശുദാസ് സാറിനെയൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ടാഗ് ചെയ്യാൻ പക്ഷെ അവർക്കൊരു ഇൻസ്റ്റാഗ്രാം ഇല്ല തോന്നുന്നു. ഞാൻ നോക്കിയായിരുന്നു, പിന്നെ ഞാനത് വിട്ടുപോയി. പക്ഷെ അത് എത്തിപ്പെടേണ്ട കൈകളിൽ തന്നെ എത്തി എന്ന് തന്നെ പറയാം. അതിലും വലിയൊരു സന്തോഷമില്ല. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള സംഗീത സംവിധായകന്മാരും എല്ലാവരും അറിയുന്ന രീതിയിലേക്ക് ഉയരട്ടെ. ഹരീഷിൻ്റെ പാട്ടുകൾ ഞങ്ങൾക്ക് എല്ലാവരും കേൾക്കേണ്ടി വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. സോ